കഥയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ചില സിനിമകൾ അല്ലെങ്കിൽ ചില സീരീസുകളൊക്കെ തന്നെ ആദ്യാവസാനം നമ്മളെ മുഷിപ്പിക്കാതെ ഇങ്ങനെ പിടിച്ചിരുത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു കുഞ്ഞു മിനി സീരീസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മലയാള റൊമാൻറ്റിക് കോമഡി സീരീസ് ആയിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ജിയോ ഹോട്ട്സ്റ്റാർ വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ളത്. എന്തായാലും ഈ ഒരു സീരീസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് വിനോദ് എന്നുള്ളതാണ്. ആള് ദുബായിലാണ് അല്ലെങ്കിൽ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് വലിയൊരു ഡ്രീമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വീട്, നാട്ടിൽ തൻ്റെ ഒരു സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. അതിനായിട്ട് അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ടൈറ്റിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ ഇടയിൽ ഒരു പ്രണയവും അദ്ദേഹത്തിന് എത്തുകയാണ്. അങ്ങനെ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതിനിടയിൽ അദ്ദേഹത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുപാടുള്ളവരൊക്കെ തന്നെ നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിലൂടെ കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സീരീസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വലിയ കഥ ഉണ്ടായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. ചെറിയൊരു ത്രെഡ് എടുത്തിട്ടാണ് ഈ ഒരു സീരീസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ എപ്പിസോഡിനും 30 മിനിറ്റാണ് ദൈർഘ്യം എന്നുള്ളത്. മൊത്തത്തിൽ 6 എപ്പിസോഡാണുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2.25 മണിക്കൂറുണ്ട്. ശരിക്കും ഒരു സിനിമ കാണുന്ന ലെങ്ത് കൊണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സീരീസ് കൂടിയാണ്. എടുത്തു പറയേണ്ടത് തിരക്കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നല്ല രസമായിട്ടാണ് തിരക്കഥാകൃത്ത് ഈ കഥയെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളും ഈ കഥയ്ക്കുള്ളിലെ കഥാപാത്രങ്ങളിൽ ഒരാളായിട്ട് ചിലപ്പോൾ മാറിയേക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്യൂസും അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഇതെല്ലാം തന്നെ നമ്മുടെയും കൂടി മാറുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഒരു എഴുത്തിലൂടെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നുള്ളതും നല്ല രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി പറയേണ്ടത് എനിക്ക് ഏറ്റവും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അജു വർഗീസും അദ്ദേഹത്തിൻ്റെ ആ ഒരു പപ്പേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഗമനവാദിയൊക്കെയാണ്, ഒക്കെ അത്തരത്തിലുള്ള ക്യാരക്ടറാണ് എങ്കിൽ കൂടിയും നമുക്ക് തോന്നും ഇത്തരത്തിലുള്ള പപ്പേട്ടൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അടുത്തൊരു കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ സഹോദരനായിട്ടോ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര മനോഹരമായതിനെ നമ്മുടെ ലൈഫ് എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചു പോകും. അത്ര രസമായിട്ടാണ് ആ ക്യാരക്ടറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളെയും നല്ല രീതിയിലാണ് എഴുതി സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രകടനങ്ങൾ മികച്ച രീതിയിൽ നിന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീരജ് മാധവൻ നായകനായിട്ട് എത്തുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടാണ് അജു വർഗീസ് എത്തുന്നത്, പിന്നെ ആ ഒരു കാമുകിയായിട്ട് ഗൗരികൃഷ്ണൻ എത്തുന്നു. അങ്ങനെ കുറേ താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അജു വർഗീസിൻ്റെ ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഞാൻ കണ്ട അദ്ദേഹത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ പെർഫോമൻസ് എന്നൊക്കെ ഞാൻ തീർച്ചയായിട്ടും പറയും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പപ്പേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസും ചെയ്യുക. നല്ല രസമായിരുന്നു ആ ഒരു ക്യാരക്ടർ എന്നുള്ളത്. അതുപോലെ നീരജ് മാധവനാകട്ടെ, അതുപോലെ തന്നെ ഗൗരികൃഷ്ണൻ ആകട്ടെ, ഇവരെക്കാളൊക്കെ പറയേണ്ടത് നായികയുടെ അച്ഛനായിട്ട് എത്തുന്ന ആളുടെ പേരെന്നുള്ളത് കിരൺ പീതാംബരൻ എന്ന് പറയുന്ന ആക്ടറാണ്. പുള്ളിയുടെ പ്രകടനമൊക്കെ വളരെ നൈസായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ബിൽഡിംഗ് പണിയാണ്, ഇതിനൊരു കോൺട്രാക്ടർ ഉണ്ട്, മെയിൻ കോൺട്രാക്ടർ. ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആനന്ദ് മാധവൻ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. പുള്ളിയുടെ പ്രകടനവും നല്ല രസമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം റിച്ച് സെറ്റപ്പിലാണ് അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഗോവിന്ദ് സുന്ദറാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ച എടുത്തു പറയണം. ഞാൻ പറഞ്ഞ പോലെ ഒരു റിച്ച് ഫീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ നൽകാൻ വേണ്ടി അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാമറ കാഴ്ചകൾക്കും നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മുഷിപ്പില്ലാതെ ആദ്യാവസാനം കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് നല്ല സീരീസ് എന്ന് പറയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് റൊമാൻറ്റിക് ഫീൽ ഗുഡ് സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ച് പിടിച്ചു. അത് അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ്. കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/7/5. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തട്ടിവിട്ടേക്കുക. നമുക്ക് മറ്റൊരു സിനിമയുടെയോ സീരീസിൻ്റെയോ ഒക്കെ വിശേഷമായിട്ട് വേണം. ബൈ.